പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് ഇന്ത്യയിൽ RSS നിലനിൽക്കുന്നത് പ്രധാനമായും ഇസ്ലാം ഫോബിയയുടെ ബലത്തിൽ മാത്രമാണ്. എന്നാൽ ഈ ഇസ്ലാം ഫോബിയ യഥാർത്ഥത്തിൽ യാതൊരു അടിത്തറയുമില്ലാത്ത കാര്യമാണ്. ഹിന്ദുമതം എന്ന് പേരിട്ട് വിളിക്കുന്ന ബ്രാഹ്മണ മതവും ഇസ്ലാം മതവും സഹോദര മതങ്ങളാണ്. ബ്രാഹ്മണരുടെ വേദത്തിലെ അനേകം വചനങ്ങൾ അതുപോലെ ഖുറാനിൽ ആവർത്തിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബ്രാഹ്മണരുടെ ബൈബിളിൽ പറയുന്നു, ഭൂമിയുടെ കുലുക്കം നിയന്ത്രിക്കാനായി ഇല്ലെങ്കിൽ നിർത്താനായിട്ട് ഇന്ദ്രൻ പർവ്വതങ്ങളെ ഉറപ്പിച്ചു. ഇതേ വചനം ഖുറാനിൽ ആവർത്തിക്കുന്നുണ്ട്. ഇന്ദ്രന് പകരം അവിടെ അള്ളാഹുവിനെ കാണാം. ഇതുപോലെ ബ്രാഹ്മണരുടെ ബൈബിളായ ഋഗ്വേദത്തിലെ അനേകം വചനങ്ങൾ ഖുറാനിൽ യാതൊരു മാറ്റമില്ലാതെ തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ ജൂതരുടെ ജെനിസിസ് എന്ന വേദഗ്രന്ഥത്തിലെ 1-ാമത്തെ ശ്ലോകം, അത് യാതൊരു വ്യത്യാസവുമില്ലാതെ ബ്രാഹ്മണരുടെ ബൈബിളിൽ കാണാം. അതിന് നാസതീയ സൂക്തം എന്നാണ് ബ്രാഹ്മണർ വിളിക്കുന്നത്. നബി ജനിക്കുന്നതിന് അനേക നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഇന്ത്യയിൽ ബ്രാഹ്മണർക്ക് മദ്രസയുണ്ട്. മലയാളത്തിൽ അതിന് ഓത്തുശാല എന്ന് പറയും. എന്നാൽ ഈ മദ്രസകളിൽ അബ്രാഹ്മണർക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് പാരമ്പര്യമായിട്ട് അബ്രാഹ്മണർ ഇതിനെപ്പറ്റി അജ്ഞരാണ്. ഈ തട്ടിപ്പ് പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കേണ്ട ബാധ്യത മറ്റാരെക്കാളും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനാണുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുസ്ലിം സമൂഹം കൂടുതൽ താല്പര്യം കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബ്രാഹ്മണരുടെ ബൈബിളിൽ യഹോവയുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്ത് കണ്ടെത്തിയതനുസരിച്ച് ദാവീദ് രാജാവിനെ സ്തുതിക്കുന്നുണ്ട്. ഇതെല്ലാം പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ഈ ഇസ്ലാം ഫോബിക്ക് ഒരു അറുതി വരുത്താൻ അത്യന്തം ആവശ്യകരമായ കാര്യമാണ്. ജയ് ഹിന്ദ്.